ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ട്രിപ്പ് പോയായിരുന്നു. എല്ലേപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. മൂന്നാറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ട്രക്കിങ് ആയിരുന്നേ. അപ്പോൾ ഈ ട്രിപ്പ് പോയപ്പോൾ ഐ റിയലൈസ് സംതിങ്. ലൈക്ക് ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ട് ട്രിപ്പ് പോയില്ല, എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തില്ല, അതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടായി. ഞാൻ പൊതുവേ ട്രിപ്പ് പോകാത്ത ആളാണ്. പോയിട്ടില്ല എന്നല്ല, പോയിട്ടുണ്ട്. പക്ഷേ കിട്ടുന്ന മിക്ക ചാൻസസും ഞാൻ മിസ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ LKG UKG ആകുമ്പോൾ ഏതൊരു ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ ഓഫ് എഡ്യൂക്കേഷനിലേക്ക് നമ്മുടെ PGയുടെ ലാസ്റ്റ് ഇയറാണ് പിന്നെ ഞാൻ പോയത്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊന്നും ഞാൻ അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ചാൻസസ് കിട്ടിയാലും ചിലപ്പോൾ വിടില്ല. കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് ലൈക്ക് ടെൻഷൻസും എല്ലാം കാരണം കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ നോ എന്ന് പറയാറാണ്. വേറെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ പോകാൻ തോന്നാത്ത അങ്ങനത്തെ പല റീസൺസ്. വൺ ഡേ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനൊരു വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടോ അല്ലെങ്കിൽ ട്രിപ്പൊന്നും പോയിട്ടില്ല. പ്രത്യേകിച്ച് ഗേൾസ് ട്രിപ്പ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ഗേൾസ് ട്രിപ്പ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ട്രിപ്പിൻ്റെ. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രിപ്പാണ്. ഇതേപോലെ പല റീസൺ കൊണ്ട് നടക്കാണ്ട് പോയിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോവാം എന്നൊരു ഡിസിഷനിലെടുത്ത് പോയ ഒരു ട്രിപ്പാണ്. പോയ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ലൈക്ക് 3 കിലോമീറ്റർ ട്രക്കിങ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അത് കയറാൻ പറ്റാത്ത ഇഷ്യൂസും അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അട്ടക്കടി ഉണ്ടായിരുന്നു. മഴയുള്ള സമയത്തൊക്കെ പോയത്. അപ്പോൾ അട്ട എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സീനാണ്. അപ്പോൾ അതും എന്നെ നോക്കി കടിക്കായിരുന്നു അട്ട. അതും ഈ ട്രക്കിങ്ങിൻ്റെ പ്രശ്നം ഒക്കെ സീനായിരുന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദീസ് ഇഷ്യൂസ് ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും പോകണം എന്നുള്ള ആഗ്രഹം നല്ലോണം ഉണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ റിഗ്രറ്റാണ്. ഇത്രയും കാലം ലൈക്ക് എനിക്കിപ്പോൾ ഒരുപാട് ഇയേഴ്സ് ഒന്നും മിസ്സായിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടേണ്ട ചാൻസ് ഞാൻ മിസ് ചെയ്തതിൻ്റെ റിഗ്രറ്റ് എനിക്ക് നല്ലോണം ഉണ്ട്. ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് പോകണം, നല്ലതാണെന്ന് എനിക്ക് തോന്നി. ലൈക്ക് സ്ഥലം കാണണം, നമുക്ക് കിട്ടുന്ന ചാൻസസിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പൈസ ഇല്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നി ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്. കിട്ടുന്ന സമയം അല്ലെങ്കിൽ കിട്ടുന്ന പൈസ വെച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്യാമെന്ന്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ലൈക്ക് ദൂർത്തടിക്കണം എന്നല്ല, പക്ഷേ ഇടയ്ക്കെങ്കിലും ഒരു ഇയർലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് എങ്കിലും ഒരു ട്രിപ്പ് പോകണത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമവും അതൊരു വേസ്റ്റായിട്ടൊക്കെ തോന്നും. ഒരു വലിയ റിഗ്രറ്റാണ്. അതെനിക്ക് ഈ ഒരു കുഞ്ഞി സ്ഥലത്തേക്കാണ് പോയത്. ഞാൻ അങ്ങനെ ഒരു വലിയൊരു സ്ഥലം അല്ലെങ്കിൽ വലിയൊരു കൺട്രി അങ്ങനെയൊന്നും അല്ല കാണാൻ പോയത്. പക്ഷേ ഒരു ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു ട്രിപ്പ് പോയപ്പോൾ അതെനിക്ക് ഭയങ്കരമായി ഫീൽ ചെയ്തു ആ ഒരു ചേഞ്ച്. ഇനിയും ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് നെക്സ്റ്റ് ട്രിപ്പ്. ലൈക്ക് എനിക്ക് ഇനി നെക്സ്റ്റ് ട്രിപ്പ് എന്തായാലും പോകണം. ഇനിയും ട്രിപ്പുകൾ എല്ലാ വർഷവും ഇങ്ങനെ പ്ലാൻ പോകണം എന്നൊരു ഫീലായി. അതൊരു വലിയൊരു മാറ്റമാണ് എനിക്ക് കൊണ്ടുവന്നത്. സോ എനിക്കിപ്പോൾ ഉപദേശിക്കാനോ ലൈക്ക് അങ്ങനെ പറയാനോ വലിയ എക്സ്പീരിയൻസോ ഒന്നും ഇല്ലാത്തതല്ല. പക്ഷെ എനിക്ക് ഐ റിയലി ഫെൽറ്റ് നമ്മളെല്ലാവരും വി ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ അവർ സെൽഫ്. നമ്മൾ ബ്രേക്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും പഠിക്കുകയാണെങ്കിൽ പഠിക്കാം, ലൈക്ക് പഠിത്തത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ചാൻസ് ഇഫ് യു ഗെറ്റ് ചാൻസസ് ലൈക്ക് ദിസ് ട്രിപ്പ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനോ ചാൻസ് കിട്ടുകയാണെങ്കിൽ വി ഹാവ് ടു ഗ്രാബ് ഇറ്റ്. അത് മിസ് ചെയ്യരുത്. ഞാൻ മിസ് ചെയ്തു, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ഇനി റിഗ്രറ്റ് ഒന്നും വരാണ്ട് കുറേ ലൈക്ക് ഇങ്ങനത്തെ ചാൻസസ് ഗ്രാബ് ചെയ്യണമെന്നാണ്. അപ്പം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങളും അത് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.